വെറുതെ ചെന്നപ്പോൾ നിഷ വിളിച്ചു. അപ്പോൾ നമുക്കൊരു എക്സ്പോയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം വേറെങ്ങുമല്ല, നമ്മൾ ദർബാർ ഹാളിൻ്റെ അടുത്താണ്. അപ്പോൾ ഞങ്ങളവിടെ വന്നു. അപ്പോൾ അവർ പറഞ്ഞു 4 മണിയാകുമ്പോഴേ തുടങ്ങത്തുള്ളെന്ന്. അപ്പോൾ അങ്ങനെ 4 മണിക്ക് ഞങ്ങൾ ചെന്ന് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന് 120 രൂപയാണ് ഒരാൾക്ക്. അങ്ങനെ അവിടെ എത്തി. എന്നോട് മീനിൻ്റെ പേരൊന്നും ചോദിക്കില്ലേ, എനിക്ക് മീനിൻ്റെ പേരൊന്നും അറിയത്തില്ല. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് കണ്ടപ്പം തന്നെ ഭയങ്കര ഒരു രസം തോന്നി. സത്യം പറഞ്ഞാൽ ഈ മീനെ ദൂരെ നിന്ന് കണ്ടപ്പോൾ ഞാനോർത്ത് കരിമീനായിരിക്കുമെന്ന്. കരിമീനാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ. ഈ പച്ച ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനുകൾ ഇതായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു ഇത് കാണാനായിട്ട്. ഇങ്ങനെ പോകുന്ന കൂട്ടമായിട്ട് നല്ല രസമായിരുന്നു ഇത് കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ കടലിൻ്റെ അടിയിൽ കൂടെ തന്നെ പോകുന്നൊരു ഫീലുണ്ടായിരുന്നു. ചുറ്റും മീനുകൾ, നല്ല രസമായിരുന്നു. ആ ലൈറ്റിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ചില മീനൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയായി, ഒമ്പും മീശയൊക്കെ ആയിട്ട്. മീനെ കണ്ടപ്പോൾ ശരിക്കും പേടിച്ചു ഞാൻ. ചില മീനാണെങ്കിൽ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുകയായിരുന്നു. ഈ മീനാണെങ്കിൽ എന്നെ കണ്ടപ്പം പാത്തിരിക്കുന്നു. അങ്ങനെ മീനെയൊക്കെ കണ്ടിറങ്ങി. ഇനി ഞങ്ങൾ പോകുന്ന മത്സ്യകന്യയെ കാണാനാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇങ്ങനെ നീന്തി പോകുന്ന കാണാനായിട്ട് നല്ല രസമായിരുന്നു. ഒരു കുഞ്ഞ് വന്നിട്ട്, കുഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ കണ്ടിട്ട് പേടിച്ചു പോയി സത്യത്തിൽ. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തുന്നതും തലകുത്തി മറിയുന്നതും കാണാൻ നല്ല രസമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് നേരിട്ട് ഇങ്ങനൊരു സംഭവം കാണുന്നത്. നല്ല രസമായിരുന്നു. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു, വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ടാറ്റയൊക്കെ തന്നു. നിഷയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവരെ അടുത്തുനിന്ന് കാണണമെന്ന്. അങ്ങനെ അവർ വന്ന് കൈയൊക്കെ കൊടുത്ത് നിഷ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് അവിടുന്ന് വീണ്ടും ഞങ്ങൾ വേറെ സ്ഥലത്ത് വന്നു. അപ്പോൾ ഇവിടെ മൊത്തം കച്ചവടം. അതേ ഇവിടെ ബെഡുണ്ട്, പിന്നെ തൈലമൊക്കെ കിട്ടുന്ന കട ഉണ്ടായിരുന്നു, പിന്നെ പച്ചക്കറിയുടെ അരികൾ കിട്ടുന്ന കട, പിന്നെ നല്ല അടിപൊളി പൂക്കളുള്ള ചെടികളുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ കമ്മലുകൾ, മാലകൾ, വളകൾ. ഞാനൊരു കളിപ്പാട്ടക്കട കയറി ഒരു കാറിനൊരു ചെറിയൊരു കാറാണ്, വില ചോദിച്ചു 50 രൂപ. അതിനൊക്കെ വില കൂടുതലായിരുന്നു കേട്ടോ. പിന്നെ ജീരകമുട്ട ഉണ്ടായിരുന്നു. നിഷ ഓരോ പ്രാവശ്യം ഉണ്ടല്ലോ, ഓരോ കടയിൽ കയറിയിട്ട് എല്ലാത്തിൻ്റെ ടേസ്റ്റ് നോക്കും, പക്ഷെ ഒറ്റ സാധനം മേടിക്കത്തില്ല. അതാണ് മെയിൻ പരിപാടി. പക്ഷെ അലുവ അവർ കൊടുത്തില്ല കേട്ടോ, അവർ പറ്റിച്ച് കളഞ്ഞു. അങ്ങനെ നല്ല അച്ചാറുകളുണ്ട് ഇവിടെ. മാങ്ങ അച്ചാർ, നെല്ലിക്ക അച്ചാർ, ഈന്തപ്പഴ അച്ചാർ, അങ്ങനെ ഒരുപാട് അച്ചാറുകളുണ്ട്. നല്ല അടിപൊളിയാണ്. പിന്നെ ഫോണെ കണക്ട് ചെയ്ത് കറങ്ങുന്ന ഫാൻ ഉണ്ടായിരുന്നു, അതിന് 100 രൂപയായിരുന്നു.
അങ്ങനെ ഞങ്ങൾ കുറച്ചങ്ങോട്ട് മുമ്പോട്ട് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് പഴയകാല മുട്ടായികളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ രീതിയിൽ നെസ്റ്റൊക്കെ അടിച്ച് പഴയകാല എല്ലാ മുട്ടായികളും ഉണ്ടായിരുന്നു. പിന്നെ തുണിക്കടയിൽ കയറി ഒരു തുണിയൊക്കെ മേടിച്ചതിന് ശേഷം പിന്നെ ഇവിടെ ചെറിയ കളിപ്പാട്ടങ്ങളും കാര്യം ഉണ്ടായിരുന്നു. പിന്നെ പപ്പടം, വെറൈറ്റി പപ്പടം, പിന്നെ ഗ്യാസിൻ്റെ സ്റ്റവ് വെക്കുന്ന സംഭവം, പിന്നെ അച്ചാർ, വെറൈറ്റി അച്ചാർ, പിന്നെ പാവയ്ക്ക, ചമ്മന്തിപ്പൊടി. അങ്ങനെ ഞങ്ങളെല്ലാം കണ്ടിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കിനും ഇവിടെ ബജ്ജിക്കടയുണ്ട്, പിന്നെ നല്ല ഐസ്ക്രീം കിട്ടും, പിന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ എങ്ങനെ പോയെന്ന് അറിയത്തില്ല. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ ഇവിടെ വരിക, നല്ല എക്സ്പീരിയൻസാണ്.